എല്ലാവർക്കും നമസ്കാരം. ടെക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റിയിരുന്നില്ല. പലരും ചോദിച്ചിരുന്നു ചാനൽ നിർത്തിയെന്നൊക്കെ. നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളെ വീട്ടിലിപ്പം അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോണുണ്ട്, അതെല്ലാം ഒരേ പാട്ട് നമുക്ക് പ്ലേ ചെയ്ത്, അതായത് നല്ല സൗണ്ടിൽ എല്ലാത്തിലും കൂടെ ഒന്നിച്ച് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ പേരാണ് ആംപ് മീ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിനി അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുക. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെ മറ്റുള്ള ഫോൺസ് കണക്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. നമ്മൾ കണക്ട് ചെയ്യേണ്ട ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം, അത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മ്യൂസിക് ലൈബ്രറിയിലുള്ള പാട്ടാണോ പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യൂട്യൂബിലുള്ളതാണോ, അല്ലെങ്കിൽ സൗണ്ട് ക്ലൗഡിലുള്ളതാണോ എന്നുള്ളത് ചോദിക്കും. നമ്മളിപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ യൂട്യൂബ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൻ്റേത് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ഏതൊക്കെ ഡിവൈസസിൽ ഇത് പ്ലേ ചെയ്യണം എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഒരു ലിങ്ക് അവർ തരും. അത് ഇമെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ നമുക്കിത് ഷെയർ ചെയ്യാം. ഏതെങ്കിലും വഴി ഇത് ഷെയർ ചെയ്തതിന് ശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇതിലോട്ട്, ഇതിന് പാർട്ടി എന്നാണ് പറയുന്നത്, ഒരാൾ ഇത് ചെയ്യുന്നതിന് പാർട്ടി എന്നാണ് പറയുന്നത്, ഈ പാർട്ടിയിലോട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുന്നത് അതേ ടൈമിൽ തന്നെ അവിടെയും പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്നിച്ച് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൗണ്ടിൽ നമുക്കിത് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതൊക്കെ ഡിവൈസസിലാണോ പ്ലേ ചെയ്യേണ്ടത് ആ ഡിവൈസസിൽ എല്ലാം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.